പ്രേമ ഈ പശ്ചിമേഷ്യൻ യുദ്ധത്തിലെ ഇപ്പം ഏറ്റവും കൂടുതൽ ഒരു കേന്ദ്ര കഥാപാത്രം എന്നുണ്ടെങ്കിൽ തന്നെ പറയാം ഹോർമൂസ് കടലെടുക്ക്. സത്യം പറഞ്ഞാൽ നമ്മൾ പണ്ട് ഹിസ്റ്ററിയൊക്കെ പഠിക്കുമ്പോൾ ഇത് പഠിച്ചു പോയൊരു കടലെടുക്ക് തന്നെയാണ്, പഠിച്ചു പോയൊരു വിഷയമാണ്. ഇപ്പോൾ എവിടെ നമ്മൾ സോഷ്യൽ മീഡിയ തിരഞ്ഞാലും ഈ ഒരു പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട ഒരു 10 സ്റ്റോറി എങ്കിലും കാണും, ഒരു 10 വീഡിയോ എങ്കിലും കാണും. അപ്പോൾ ഇപ്പോൾ നമ്മൾ അറിയുന്നത് ഇന്ത്യയുടെ 2 പ്രധാനപ്പെട്ട 2 കപ്പലുകൾ ഹോർമൂസ് കടലിടക്ക് കടന്ന് വന്നിരിക്കുകയാണ്. അത് എൽ പി ജി അടങ്ങിയ കപ്പലുകളാണത്. ആ കപ്പലുകൾ കടന്നു വന്നിരിക്കുന്നു. അത് ശരിക്കും ഒരു ശുഭസൂചനയാണ് ഇന്ത്യയെ സംബന്ധിച്ച്. ഹോർമൂസ് കടന്നു വരിക എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ എത്രയോ കപ്പലുകൾ അവിടെ കെട്ടിക്കിടക്കുകയാണ്. അത് ശുഭസൂചന എന്നതിനേക്കാളപ്പുറം നേരിയ ഒരു ആശ്വാസം എന്ന് പറയുന്നത്. അതെ, നമ്മളവിടെ ഈ ഓപ്പറേഷൻ ഊർജ്ജ സുരക്ഷ എന്ന് പറയുന്നൊരു പരിപാടി നടപ്പിലാക്കിയിട്ടുണ്ട്. അതായത് ഈ അന്താരാഷ്ട്ര നാവിക കരാറുകളുണ്ടല്ലോ, നമ്മുടെ എല്ലാ രാജ്യങ്ങൾക്കും, ഇപ്പോൾ കടൽ തീരമുള്ള എല്ലാ രാജ്യങ്ങൾക്കും നേവി ഉണ്ടാവും, നമ്മുടെ നാവികസേന ഉണ്ടാവും. അപ്പോൾ ഈ കപ്പൽ ഗതാഗതം സുഗമമാക്കാൻ വേണ്ടിയിട്ടുള്ള അന്താരാഷ്ട്ര കരാറുകളുടെ അടിസ്ഥാനത്തിൽ ഓരോ മേഖലകളിലും ഓരോ രാജ്യങ്ങൾ അവരുടെ സുരക്ഷ ഒരുക്കുക, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും അത്യാഹിതം ഉണ്ടായാൽ ഇടപെടുക എന്നതിന് വേണ്ടിയിട്ട് എല്ലാ രാജ്യങ്ങളും പരസ്പരം കരാറുണ്ടാകും. അപ്പോൾ ഇത് പ്രമാണിച്ച് സ്വാഭാവികമായിട്ട് ഇന്ത്യൻ നേവിയും ഇത്തരം കാര്യങ്ങളിൽ അന്താരാഷ്ട്ര കരാറുകളുടെ ഭാഗമായിട്ട് പങ്കാളിയാണ്. അതെ. പക്ഷേ ഇവിടെ സ്ഥിതി വേറൊന്നാണ്. ഹോർമൂസിൽ ഇന്ത്യയിലേക്ക് വരുന്ന കപ്പലുകളുടെ സുരക്ഷ ഒരുക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇന്ത്യ നേവിക്ക് പ്രത്യേക ഒരു ചുമതല അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് അവർ ലോഞ്ച് ചെയ്തു. അതിൻ്റെ പേരാണ് ഈ ഓപ്പറേഷൻ ഊർജ്ജ സുരക്ഷ എന്ന് പറയുന്നത്. ഊർജ്ജ സുരക്ഷ. അതായത് അതിൻ്റെ അണിയറയിൽ നടന്ന മറ്റൊരു കഥ കൂടി പറയാം. ഈ വിദേശകാര്യ മന്ത്രിമാരുടെ യോഗം ബ്രിക്സിൻ്റെ പശ്ചാത്തലത്തിൽ ഇറാൻ എന്ന് പറയുന്ന രാഷ്ട്രം ബ്രിക്സ് അംഗമാണ്. അതെ. അപ്പോൾ നമ്മുടെ വിദേശകാര്യമന്ത്രി ജയ്ശങ്കർ അടക്കം പങ്കെടുക്കുന്ന ബ്രിക്സ് രാജ്യങ്ങളുടെ കൂട്ടായ്മയിലെ വിദേശകാര്യ മന്ത്രിമാരുടെ ഒരു യോഗം നടന്നിരുന്നു, ഡൽഹിയിൽ നടന്നിരുന്നു. അപ്പോൾ അതിൽ ഇറാൻ വിദേശകാര്യമന്ത്രി നമുക്ക് ഉറപ്പ് തന്നിരുന്നു, ഈ പ്രയോറിറ്റൈസ് ചെയ്യും, അതായത് ഇറാന് താല്പര്യമുള്ള രാജ്യങ്ങളുടെ കപ്പലുകൾ അവർക്ക് സുരക്ഷിതമായി കടന്നു പോകാനായിട്ടുള്ള നടപടി അവരെടുക്കും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് അത് വാസ്തവത്തിൽ ഇന്ത്യൻ കപ്പലുകളല്ല, ഇന്ത്യയിലേക്ക് ചരക്കുമായി വന്ന വിദേശ പതാകകൾ വഹിക്കുന്ന 2 കപ്പലുകളാണ് ഈ കഴിഞ്ഞ 13-14 ദിവസങ്ങളിലായിട്ട് ഹോർമൂസ് കടന്നു വന്നത്. ഒരു കപ്പലിൻ്റെ പേര് MV സൺഷൈൻ എന്നാണ്, വിയറ്റ്നാം രജിസ്ട്രേഡ് ആയിട്ടുള്ള ഒരു കപ്പലാണ്. പിന്നെ ഉള്ളത് സൈമി എന്ന് പറയുന്ന മാർഷൽ ഐലൻഡിൽ രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ പതാക വഹിക്കുന്ന കപ്പൽ. പക്ഷേ ഈ 2 കപ്പലുകളും ഇന്ത്യയിലേക്ക് LPG കൊണ്ടുവന്ന പാചകവാതകം എത്തിക്കാനായിട്ടുള്ള കപ്പലാണ്. അതെ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓപ്പറേഷൻ ഊർജ്ജ സുരക്ഷ അതിൻ്റെ ഭാഗമായിട്ട് ഇതുവരെ 13 കപ്പലുകളാണ് ഇന്ത്യയിലേക്ക് ഈ ഒരു പ്രൊജക്ടിൻ്റെ കീഴിൽ ഇന്ത്യൻ നേവി അകമ്പടി കൊടുത്ത് എത്തിച്ചേക്കുന്നത്. ഇതുവരെ ഏതാണ്ട് 1,38,000 ടൺ LPG നേവിയുടെ സുരക്ഷ ഒരുക്കിയതിൻ്റെ ഭാഗമായി മാത്രം ഇങ്ങോട്ടേക്ക് കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇങ്ങോട്ട് വരാനായിട്ട് കാത്ത് 13 കപ്പലുകൾ കൂടി വെയിറ്റിംഗ് ആണ്, കിടപ്പുണ്ട്. നമ്മുടെ രാജ്യത്തേക്ക് നമ്മുടെ ഒരു കപ്പൽ തകരുകയൊക്കെ ചെയ്തു. ഒരു കപ്പൽ തകർന്നു. അതിനെ കുറിച്ചുള്ള അന്വേഷണം, പക്ഷേ ആ കാര്യത്തിൽ ആരാണ് ആ കപ്പൽ ആക്രമിച്ചത് എന്ന് ആരെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇതുവരെ ഒരു പ്രസ്താവന നമ്മൾ ഇറക്കിയിട്ടില്ല. പ്രതിഷേധം അറിയിച്ചു, അങ്ങനെ ഒരു സംഭവം ഉണ്ടായതിൽ പ്രതിഷേധം അറിയിച്ചു. നമ്മുടെ കണക്കനുസരിച്ച് 13 കപ്പലുകളാണ് ഇതുവരെ വന്നത്. 13 വെയിറ്റിംഗ് ആണ്, ഇപ്പോഴും വെയിറ്റിംഗ് ആണ്. അതെ. വരുന്ന ദിവസങ്ങളിൽ അതിലും ഒരു നടപടി ഉണ്ടാകും. ഇപ്പോൾ ചേട്ടൻ ആദ്യം പറഞ്ഞല്ലോ, അതെ, ഇതിൽ ഇറാനും അമേരിക്കയും ഒരു ബലാബലം നടത്തുന്ന ഒരു പരിപാടിയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇറാനാണ് സ്വാധീനം. അതെ അതെ. അതിൽ ഇറാൻ ഒരു 3 കപ്പലുകൾ അവിടെ പിടിച്ചു വെച്ചു. അതിലൊരെണ്ണം ഇന്ത്യയിലേക്കുള്ള കപ്പലായിരുന്നു. അമേരിക്ക ഒരു 3 കപ്പൽ പിടിച്ചെടുത്തു. അത് ഇറാനുമായിട്ട് ബന്ധമുള്ള കപ്പലായിരുന്നു. അവിടെ വലിയ അറിയാമല്ലോ സംഘർഷം നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. 22 കപ്പലുകൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. 12 പേരാണ് അതിൻ്റെ ഫലമായിട്ട് മാത്രം കൊല്ലപ്പെട്ടത്. അതിൽ നമ്മുടെ ഇന്ത്യക്കാർക്കും അപകടം പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മൾ ഹോർമൂസിൻ്റെ സ്ഥിതി വിലയിരുത്തുമ്പോൾ ഇന്ത്യക്ക് അത്ര വലിയ ഒരു
പ്രശ്നം ഉണ്ടായിട്ടില്ല. മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇല്ല എന്നല്ല, മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പൊ ഇതില് രണ്ട് രാജ്യങ്ങളും പുലർത്തുന്ന പരസ്പര ധാരണകൾ വളരെ നിർണായകമാണ്. ഇക്കാര്യത്തിൽ മുമ്പ് ഒരു വാർത്ത വന്നിരുന്നു, ചൈനയിലേക്ക് പോയ, ഇറാനിൽ നിന്ന് ചൈനയിലേക്ക് പോയ കപ്പൽ പിന്നെ ഗതി മാറി അവർ അങ്ങനെയുള്ള നിർദ്ദേശം വന്ന് ഇന്ത്യയിലേക്ക് വന്നു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു. അപ്പൊ ഈ തരത്തിൽ എന്തുകൊണ്ട് ഇറാൻ നമ്മളെ, ഇന്ത്യയെ ഇത്ര പ്രാധാന്യത്തോടെ കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ സംഗതി. കാരണം ഈ പറയുന്ന ഇന്ത്യയും ഇറാനുമായിട്ട് വാസ്തവത്തിൽ ഇത്തരത്തിലുള്ള വ്യാപാര ഉടമ്പടികളോ കരാറുകളോ വാസ്തവത്തിൽ ഇല്ല എന്ന് തന്നെ പറയണം. കാര്യം ഒരു അന്താരാഷ്ട്ര ഉപരോധം നേരിടുന്ന രാജ്യമെന്ന നിലയിൽ നമ്മൾ ഇറാനിൽ നിന്ന് നേരിട്ട് ഇന്ധനം വാങ്ങുന്നില്ലായിരുന്നു. ആ ഒരു കരാർ അന്താരാഷ്ട്ര ഉപരോധത്തിന്റെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട്. പക്ഷേ ഈ ഹോർമൂസിലൂടെയാണ് നമ്മുടെ രാജ്യത്തേക്ക് വരേണ്ട ക്രൂഡ് ഓയിലിന്റെ ഏതാണ്ട് 45% വരേണ്ടത്. മറ്റു മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ, ഇപ്പോൾ സൗദി നടക്കമുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യം, UAE നടക്കമുള്ള ചരക്ക് എത്തേണ്ടത് ഇതിലൂടെയാണ്. ശരിക്കും കടലിനടിയിൽ കൂടെ പൈപ്പ് ലൈൻ ഉണ്ട്. പക്ഷെ അതിന്റെ ഒരു പ്രശ്നം, മാക്സിമം ഒരു ദിവസം 15 ലക്ഷം ബാരലെ ആ പൈപ്പ് ലൈൻ വഴി വരത്തുള്ളൂ. അപ്പൊ അത് ഇന്ത്യയിലേക്ക് മാത്രമല്ല, പല രാജ്യങ്ങളിലും ആശ്രയിക്കുന്നുണ്ടാവും. അപ്പൊ അതിനൊരു പരിമിതിയുണ്ട്. തീർച്ചയായിട്ടും കപ്പൽ വഴി നേരിട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ഏകമാർഗം പ്രായോഗികമായ പ്രശ്നപരിഹാരം. പക്ഷെ അവിടെ നമ്മൾ വലിയ പ്രശ്നം അനുഭവിക്കുമ്പോഴും ചില കാര്യങ്ങളിൽ ഒരു ഉദാരത തരുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഇന്ത്യൻ കപ്പലിന് നേരെ വെടിവെപ്പ് ഉണ്ടായി. എന്നാൽ മറ്റു പല കപ്പലുകൾക്ക് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായത്. ഈ വെടിവെപ്പ് ഒരു വാർണിംഗ് സിഗ്നൽ ആയിട്ട് മാത്രമാണ് തൽക്കാലം നമ്മൾ കണക്കാക്കുന്നത്. അവിടുത്തെ ഇറാനിൽ തന്നെ മറ്റേതോ ഒരു സംഘടനയൊക്കെയാണ് അത് കയറി അതില് ഇപ്പോൾ ഇറാൻ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം ഈ IRGC എന്ന് പറയുന്ന ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ്, അവരാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത്. അത് ഒരു സ്വതന്ത്ര അധികാര കേന്ദ്രമുള്ള ഒരു സൈനിക കേന്ദ്രമാണ്. ആ രാജ്യത്ത് 2 സൈന്യങ്ങളുണ്ട്. ഒന്ന് ഇറാന്റെ ഔദ്യോഗികമായ സേനയും IRGC എന്ന് പറയുന്നത് ഇസ്ലാമിക ഭരണകൂടത്തെ സംരക്ഷിക്കാൻ വേണ്ടി അതിൻ്റെ പടയാളികൾ, അതാണ് IRGC. അതിന് ഈ അമേരിക്കയുമായിട്ടുള്ള യുദ്ധം തുടങ്ങിയതിന് ശേഷം പല കമാൻഡർമാരും കൊല്ലപ്പെട്ടു. പിന്നെ അവരുടെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയി ആയിരുന്നു ഈ IRGCയുടെ എന്താ പറയുക, തലതൊട്ടപ്പൻ എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മകൻ അവിടെ ചുമതലയേറ്റു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ അധികാര ശ്രേണിയിൽ പലയിടത്തും വിടവുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ IRGCയിലെ ഓരോ കമാൻഡർമാരും സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നു എന്ന തരത്തിൽ ചില റിപ്പോർട്ടുകളൊക്കെ വന്നു. അപ്പോൾ എന്തുകൊണ്ട് ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായി എന്ന് പറഞ്ഞാൽ അതിൻ്റെയൊക്കെ കാരണം ഇതായിരിക്കാം. കാരണം ഇവരെ നിയന്ത്രിക്കുന്നത് ഏകീകൃതമായിട്ടല്ല, ഓരോരുത്തർക്കും തോന്നിയ പോലെ. പക്ഷെ അത് അവരുടെ തന്നെ ഈ പറയുന്ന അവരുടെ ഓൺ സേന ഇതിനെ നിയന്ത്രിക്കുന്നുമില്ല അല്ലേ? അല്ല, ഇത് രണ്ടാണ്. ഇറാന്റെ ഔദ്യോഗിക സേന വേറെ, ഔദ്യോഗിക സേന നിയന്ത്രിക്കുന്നില്ല. IRGC എന്ന് പറയാൻ കുറെ കൂടി തീവ്രമാണ്, കുറച്ചുകൂടി തീവ്രതയാണ്. അവർക്ക് മുന്നും പിന്നും നോക്കാനില്ല, എന്തും ചെയ്യും. ഈ ഹോർമൂസിൽ മുമ്പും ഉണ്ടായ ഇതേപോലെയുള്ള കപ്പൽ അധികാര കേന്ദ്രങ്ങൾ ഇവരെ തടയാനും നോക്കുന്നില്ല. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇവര് ഒരു പരിധി വരെ സ്വന്തമായി നിലപാടെടുക്കുന്ന, അതിനെ നിയന്ത്രിക്കാൻ ഇവർക്ക് കഴിയുന്നില്ല. ഇപ്പോൾ അവിടെ ഒരു യുദ്ധം നടക്കുകയാണല്ലോ ഇപ്പോഴും. പക്ഷേ പുതിയ സാഹചര്യത്തിൽ നടക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. കാരണം നേരത്തെ അവരുടെ സൗഹൃദ രാഷ്ട്രങ്ങൾക്കെതിരെ പോലും ആക്രമണം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒമാൻ എന്ന് പറയുന്നത് ഒരു സൗഹൃദ രാഷ്ട്രമാണ് തീർച്ചയായിട്ടും ഇറാന്റെ. ഒമാനിന് നേരെ ആക്രമണം ഉണ്ടായി. അതെ. അപ്പൊ ഇതെല്ലാം ഈ ഒരു കോർഡിനേഷൻ ഇല്ലാത്തതുകൊണ്ട് സംഭവിച്ചു പോയത്. പക്ഷെ ഇപ്പൊ അത്തരം സംഭവങ്ങൾ വളരെ കുറവാണ്. അപ്പൊ കുറച്ചൊക്കെ നിയന്ത്രണത്തിലാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഈ പറയുന്ന ഇറാൻ ഈ പറയുന്ന ഹോർമൂസിന്റെ പേരിൽ കുറച്ച് നിലപാടുകളൊക്കെ അവർ കടുപ്പിച്ചിട്ടുണ്ട്. അവരുടെ അതിന്റെ പേരിലുള്ള പരമാധികാരം ഞങ്ങൾക്ക് കിട്ടണം, മറ്റു രാജ്യങ്ങൾ കടന്നു പോകുമ്പോൾ, കപ്പലുകൾ കടന്നു പോകുമ്പോൾ ഞങ്ങൾക്ക് ടോള് തരണം എന്നൊക്കെ നിലപാടെടുത്തത്. അപ്പൊ അതിന്റെയൊക്കെ ഇടയിൽ കൂടിയാണ് നമ്മുടെ രാജ്യത്തേക്ക് 13 കപ്പൽ ഇതിനോടകം വന്നത്. അപ്പൊ അത് ഒരു വലിയ കാര്യമാണ്. അത് നയതന്ത്ര തലത്തിൽ വലിയൊരു നേട്ടമായിട്ട് കരുതണം. അല്ല, ഇന്ത്യയുടെ ഒരു മികവ് ഇപ്പൊ അതൊക്കെ തന്നെയാണ് അല്ലേ? നയതന്ത്ര തലത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യ. അതല്ല, ഇതിനിടയിൽ പറയാതെ ഒരു മറ്റൊരു കാര്യമുണ്ട്. ഒരു 7 വർഷത്തിന് ശേഷം ഇറാനിൽ നിന്ന് ഒരു ക്രൂഡ് ഓയിൽ കയറ്റിയ ഒരു കപ്പല് നമ്മുടെ വിശാഖപട്ടണത്തോ മറ്റോ ഇവിടെ എത്തിച്ചേർന്നു.
ഈ സംഘർഷത്തിനിടയിലാണ്. അതെ, 7 വർഷത്തിന് മുമ്പ് ഒരുപാട് സമയം ഉണ്ടായിരുന്നു, അതിനിടയിൽ ഇങ്ങോട്ട് വന്നു. അതെ അതെ. പിന്നെ അതുകൂടാതെ പ്രാദേശിക കറൻസിയിൽ ഇടപാട് നടത്താനായിട്ട് ഇന്ത്യയും ഇറാനുമായിട്ട് ധാരണയായിട്ടുണ്ട്. അതും ഒരു നേട്ടമാണ്. കാര്യം നമ്മളെ സംബന്ധിച്ചൊരു യുദ്ധം നേരിടുന്ന സമയത്ത് നമ്മുടെ ഫോറിൻ റിസർവുകൾ, വിദേശ നാണയ കരുതൽ പരമാവധി സംരക്ഷിച്ച് നിർത്തേണ്ട സമയത്ത് ഇറാൻ പ്രാദേശിക കറൻസിയിൽ ഇടപാട് നടത്താം, അല്ലെങ്കിൽ ചൈനീസ് കറൻസി ആയാലും മതി. അതെ, അങ്ങനെയും പറഞ്ഞു. ഈ തരത്തിലൊക്കെ നിലപാടെടുക്കുമ്പോൾ അതൊക്കെ മൊത്തം കൂട്ടി വായിക്കുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ സമയം നല്ല സമയമാണ് ഈ പ്രശ്നങ്ങൾക്കിടയിലും. അത്രയും അല്ല, അത് നമ്മുടെ ഒരു മികവ് തന്നെയാണ്, കഴിവ് തന്നെയാണ്. നയതന്ത്രകാര്യത്തിലേക്ക് അജിത് ഡോവലിൻ്റെയൊക്കെ ഒരു മികച്ച രാജ്യങ്ങൾ തമ്മിലുള്ള ചർച്ചകളും അത്രയും നല്ല ഇരിപ്പോശവും ഒക്കെ തന്നെ ആയിരിക്കാം. പിന്നെ ഈ ഹോർമൂസിൻ്റെ അതിൻ്റെ ഇത്ര വലിയ പ്രാധാന്യം വരാനുള്ള കാരണം, ഇത് ഈ പറയുന്ന പേർഷ്യൻ ഗൾഫ് എന്ന് പറയുന്ന, അതായത് ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ മറ്റ് മേഖലയായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരേ ഒരു മാർഗം, ഈ പേർഷ്യൻ ഗൾഫിനെയും ഒമാൻ കടൽ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഇടനാഴി, അതാണ് കപ്പൽ ഇടനാഴി, അതാണ് ഈ ഹോർമൂസ്. ഈ ഒമാൻ തീരത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവിടുന്ന് പിന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് അറബിക്കടലിലോട്ടുള്ള എൻട്രൻസ് കിട്ടുകയാണ്. വളരെ എളുപ്പമായിരിക്കും കടന്നു വരാൻ. ഈ പറയുന്ന ഒമാന്റെയും ഇത് വടക്കും തെക്കുമായിട്ട് 2 രാജ്യങ്ങൾ, ഒമാനും ഇവിടെ അപ്പുറത്ത് നമ്മുടെ ഇറാൻ. അപ്പൊ ഇതിന്റെ നടുക്ക് കഷ്ടിച്ച് ഏറ്റവും കുറഞ്ഞ വീതിയുള്ളത് 33 കിലോമീറ്ററേ ഉള്ളൂ. ആ 33 കിലോമീറ്ററിൽ ഈ കപ്പൽ കടന്നു പോകാൻ പറ്റിയ ആഴമുള്ള പ്രദേശവും വളരെ കുറവാണ് ആ മേഖലയിൽ. ശരിയാണ്. അപ്പോൾ അവിടെയാണ് ഈ IRGC കടന്ന് കളിക്കുന്നത്. മനസ്സിലായി. അപ്പോൾ ഈ ഹോർമൂസിൽ ഇറാന് നേടിയ ഒരു മേധാവിത്വം തകർക്കാൻ അമേരിക്കയ്ക്ക് പോലും സാധിച്ചില്ല. തീർച്ചയായിട്ടും അമേരിക്ക അവിടെ അവരുടെ കപ്പലുകളൊക്കെ ഇന്ത്യയുടെ സ്റ്റാൻഡ് ആയിരിക്കാം ഒരു മൗനാനുവാദം പോലും കൊടുത്തിട്ടുണ്ടാവുക. അതെ അല്ലേ? അതെ, അതായത് ഇന്ത്യയെ പിണക്കുക എന്നുള്ളത് ഇറാന് സാധിക്കില്ല. കാരണം ഇപ്പോൾ ഇറാൻ ഒരു അന്താരാഷ്ട്ര ഉപരോധം നേരിടുന്ന രാഷ്ട്രമാണ്. തീർച്ചയായിട്ടും നാളെ അത് മാറിക്കോളാം, നാളെ അത് പിൻവലിക്കപ്പെടാം, മുൻകൂട്ടി കാണുന്നുണ്ട്. എങ്ങനെയാണ്? കാരണം ഇന്ത്യ എന്ന് പറയുന്നത് അറിയാലോ, ഇന്ത്യ ഒരു വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രമാണ്. തീർച്ചയായിട്ടും നമുക്ക് വേണ്ട ക്രൂഡ് ഓയിലിന്റെ സിംഹഭാഗവും നമുക്ക് ഇറക്കുമതി ചെയ്യണം. ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും ക്രൂഡ് ഓയിൽ കിട്ടുന്ന ഏറ്റവും അടുത്ത രാജ്യങ്ങളിലൊന്നാണ് ഇറാൻ. തീർച്ചയായിട്ടും അത് കഴിഞ്ഞിട്ടേ മറ്റ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ വരുന്നുള്ളൂ. അപ്പോൾ ഒരു അന്താരാഷ്ട്ര ഉപരോധങ്ങൾ പിൻവലിക്കുന്ന സാഹചര്യത്തിൽ ഇറാനെ സംബന്ധിച്ച് അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു വിപണി കൂടിയാണ് ഇന്ത്യ. തീർച്ചയായിട്ടും. അപ്പം അത് അവർ മനസ്സിൽ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ കാര്യത്തിൽ അവർ പ്രത്യേക പരിഗണനയും ചില വിട്ടുവീഴ്ചകളിലേക്ക് എത്തുമ്പോൾ ആ ഒരു സൗഹൃദത്തിന്റെ ഇത് തന്നെയാണ് മനസ്സുകൊണ്ട് ഇന്ത്യയോട്. അല്ല, ഇത് യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളത് അവരുടെ കൂടെ ആവശ്യമാണ്, അടിയന്തര ആവശ്യമാണ്. നമുക്ക് ഈ ഇറാൻ മാത്രമല്ല മറ്റ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ നമുക്ക് എത്തേണ്ടതുണ്ട്. നമ്മുടെ തന്നെ എത്രയോ പേര് മിഡിൽ ഈസ്റ്റിൽ കിടക്കുന്നവരുണ്ട്. അതുകൂടാതെ ഈ ഹോർമൂസിലൂടെ കടന്നു പോകുന്നത് ഈ എണ്ണ മാത്രമാണെന്ന് കരുതരുത്. അതെ, അവശ്യ വസ്തുക്കളും മറ്റു കാര്യങ്ങളും കെമിക്കൽസ് അടക്കമുള്ളതും പോകുന്നുണ്ട്. ഏറിയ ഭാഗവും ഈ പിന്നെ ക്രൂഡ് ഓയിലും LPG ഒക്കെ തന്നെയാണെന്ന് മനസ്സിലാക്കാം. പക്ഷേ മറ്റ് സംഗതികൾ, അതായത് ഈ യുദ്ധം നിലനിൽക്കുന്നത് കൊണ്ട് നമ്മുടെ രാജ്യത്ത് പോലും കയറ്റുമതി വലിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് നിന്നുള്ള കാര്യം ഈ മറ്റ് രാജ്യങ്ങളിലെ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കുക, ഹോർമൂസ് എത്രയും പെട്ടെന്ന് തുറക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം. അതിനിടയിൽ നമ്മൾ ഇത്തരം ചില നേട്ടങ്ങൾ, ഈ സംഘർഷങ്ങൾ വിജയം തന്നെയാണ്. ഇത്ര മൂർച്ഛിച്ചിരിക്കുന്ന സമയത്ത് 2 കപ്പലുകൾ കടന്നു പോയി എന്ന് പറയുന്നത് അത് ചെറിയ കാര്യമല്ല.